നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗാസ മുനമ്പിൽ വെടിനിർത്തൽ കരാറുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമായി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ ചർച്ചകളും നടക്കുന്നു. ഇവയെല്ലാം ഒരു പുരോഗതി ഉണ്ട് എന്നുള്ള സൂചനകൾ നടക്കുമ്പോൾ തന്നെയാണ് മൊസാദ് തലവൻ ഡേവിഡ് ബാർണിയ ഖത്തർ തലസ്ഥാനമായ ദോഹ സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. ഖത്തറിന്റെയും ദോഹയുടെയും മധ്യസ്ഥതയിൽ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പരോക്ഷ ചർച്ചകളുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകൾക്കിടയിലാണ് ഡേവിഡ് ബാർണിയയുടെ ഈ സന്ദർശനം എന്നതും വളരെ പ്രത്യേകതയുള്ളതാണ്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന ജനുവരി 20 മുമ്പ് ഗാസ മുനമ്പിൽ വെടിനിർത്തൽ കരാറിനും ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനുമായി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള കരാർ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അടുത്ത ആഴ്ചകളിൽ എല്ലാ പാർട്ടികളിലും ശക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ഗാസയിൽ തടവിലാക്കിയ 34 ജൂതന്മാരുടെ പട്ടിക കൈമാറിയതായാണ് ഹമാസ് പറയുന്നത്. എന്നാൽ ഇതുവരെ ആ ലിസ്റ്റിൽ പറയുന്ന ബന്ദികളുടെ നിലയെ സംബന്ധിച്ച്, അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒന്നും തന്നെയുള്ള ഒരു വിവരണവും ഒരു സ്ഥിരീകരണവും ഹമാസ് നൽകിയിട്ടില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഗാസയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കണമെന്നും ബന്ദികളാക്കിയവരെ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ മോചിപ്പിക്കണമെന്നും US ആഗ്രഹിക്കുന്നുവെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഒരു പ്രധാന ആവശ്യത്തിൽ ഇസ്രയേൽ വിട്ടുവീഴ്ച ചെയ്തതായുമാണ് ഒരു റിപ്പോർട്ടുകളുള്ളത്. ഗാസയുടെ ഭരണാധികാരിയായി ഹമാസിനെ നീക്കം ചെയ്യുന്നതിനു പകരം ഇസ്രയേൽ നിരായുധീകരിക്കുകയും ഭാവിയിൽ വീണ്ടും ആയുധം ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക എന്ന വ്യവസ്ഥയിൽ ഹമാസിനെ തന്നെ ഗാസ ഭരിക്കാൻ അനുവദിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചതായാണ് പ്രമുഖ വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഗാസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായും പിൻവാങ്ങാമെന്ന് പറഞ്ഞാൽ മാത്രമേ വെടിനിർത്തൽ കരാർ ഒപ്പിടൂ എന്നാണ് ഹമാസ് അറിയിച്ചിട്ടുള്ളത്. ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ഗാസയിൽ ആക്രമണം തുടരുകയാണ്. ഗാസയിൽ കഴിഞ്ഞ രാത്രി 13 പലസ്തീനികളെ വധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 31 പേർ കൊല്ലപ്പെട്ടു. ഈജിപ്തും ഖത്തറുമാണ് വെടിനിർത്തൽ കരാർ കൊണ്ടുവരാൻ മധ്യസ്ഥത വഹിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുൻപ് കരാർ രൂപീകരിക്കണം എന്നതാണ് US സർക്കാരിന്റെ ഒരു നിലപാട്. ഇതേസമയം ലബനാൻ സർക്കാരുമായി ഒപ്പിട്ട വെടിനിർത്തൽ കരാർ ഇസ്രയേൽ നിരന്തരം ലംഘിക്കുന്നു എന്ന ഒരു പരാതിയുമായി ഹിസ്ബുള്ളയും വന്നിട്ടുണ്ട്. നവംബർ 26 ഒപ്പിട്ട കരാർ പ്രകാരം 2 മാസത്തിനുള്ളിൽ ഇസ്രയേലി സൈന്യം തെക്കൻ ലബനാൻ വിടണം എങ്കിലും ഇപ്പോഴും ഇസ്രയേൽ സൈന്യം അവിടെ തന്നെ നിലകൊള്ളുന്നു. അതുമാത്രമല്ല, അതിക്രമങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തന്നെ തുടരാനാണ് ഇസ്രയേലിന്റെ ഉദ്ദേശമെങ്കിൽ പ്രതിരോധം ആരംഭിക്കുമെന്ന് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയീം കാസിം പറയുന്നു. പ്രതിരോധമില്ലാതെ ലബനാന് നിലനിൽക്കാനാവില്ല. എപ്പോൾ പ്രതിരോധം തുടങ്ങണം, എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നേതൃത്വം തീരുമാനിക്കും. അതേസമയം ലിത്വാനി നദിയുടെ വടക്കുഭാഗത്തുള്ള എല്ലാ സേനയും പിൻവലിക്കുന്നതിൽ സായുധ സംഘം പരാജയപ്പെട്ടാൽ ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുമെന്ന് പ്രസ്താവിച്ച് ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ്. ഞായറാഴ്ച ഇസ്രയേൽ നോർത്തേൺ കമാൻഡ് സന്ദർശിച്ചപ്പോൾ കരാർ നടപ്പാക്കാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് കാറ്റ്സ് പറയുന്നത്. എന്നാൽ ഹിസ്ബുള്ള സൈന്യത്തെ പൂർണ്ണമായി പിൻവലിച്ചിട്ടില്ല എന്നാണ് കാറ്റ്സ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വ്യവസ്ഥ പാലിച്ചില്ലെങ്കിൽ ഒരു കരാറും ഉണ്ടാകില്ല എന്ന് കാറ്റ്സ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കരാർ പ്രകാരം ഹിസ്ബുള്ള പോരാളികൾ ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ നിന്ന് 40 കിലോമീറ്റർ, അതായത് 25 മൈൽ പിന്നോട്ട് പോകണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഹിസ്ബുള്ള അതിർത്തിയിൽ നിന്ന് അത്രയും ദൂരത്തേക്ക് മാറിയിട്ടില്ല. ഇസ്രയേൽ കരസേന ലബനീസ് പ്രദേശത്തു നിന്ന് പിൻവാങ്ങിയിട്ടുമുണ്ട്. ജനുവരി 26 മുൻപ് ലബനൻ സൈന്യവും UN സമാധാന സേനയും ലിറ്റാനി നദിയുടെ തെക്കുഭാഗത്ത് മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് കരാർ. വെടിനിർത്തൽ നടപ്പാക്കിയതിനു ശേഷം 1-ലധികം തവണ ചെറിയ രീതിയിലുള്ള സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. തെക്കൻ ലബനനിൽ ഇസ്രയേൽ നിരവധി ഓപ്പറേഷനുകൾ നടത്തി ഹിസ്ബുള്ള ഇസ്രയേൽ അധിനിവേശ പ്രദേശത്തിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇസ്രയേലിലെ ഒറോത്ത് റാബിൻ വൈദ്യുത നിലയം യമനിലെ ഹൂതികൾ ആക്രമിച്ചിരിക്കുകയാണ്. ഹൈഫ പ്രദേശത്തെ വൈദ്യുത നിലയമാണ് പലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തകർത്തതെന്ന് ഹൂതികളുടെ സൈനിക വക്താവ് യഹ്യ സാരി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗാസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രയേലിനെതിരെ ഇനിയും ആക്രമണം നടത്തും. ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത നിരവധി മിസൈലുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് യഹ്യ സാരി വീമ്പ് പറയുന്നത്. സുൽഫിക്കർ മിസൈലിനെ തൊടാൻ പോലും ഇസ്രയേൽ സൈന്യത്തിന് കഴിയില്ല എന്നും യഹ്യ സാരി പറഞ്ഞിട്ടുണ്ട്. ഇതേസമയം ഞായറാഴ്ച രാവിലെ US ബ്രിട്ടീഷ് സൈന്യം വടക്കൻ യമനിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. സാദ നഗരത്തിൽ 3 തവണയാണ് ബോംബാക്രമണം നടത്തിയത്.
അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഒരു ഗ്രാമത്തിന് സമീപം ഒരു പാസഞ്ചർ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മലയാളി വാർത്ത ഇൻസൈറ്റ്.